പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റ്, ഈ യൂണിറ്റിലെ ആദ്യ ലെസൺ ഡ്രീംസ് റിയലൈസ്ഡ്. ഈ ലെസണുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം സ്കാഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ എ: വൈ ഡു യു തിങ്ക് ഗാന്ധിജി വാസ് കൺസിഡേർഡ് ദ സ്പിരിച്വൽ അംബാസഡർ ഓഫ് ഇന്ത്യ? ഗാന്ധിജിയെ എല്ലാവരും ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസഡർ എന്ന് പരിഗണിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയെന്നാണ് നിങ്ങൾ കരുതുന്നത്? ആൻസർ: Mahatma was considered the spiritual ambassador of India because he embodied the principles of non-violence, truth and self-discipline, which inspired people worldwide and reflected India's spiritual heritage. അഹിംസ, സത്യം, സെൽഫ്-ഡിസിപ്ലിൻ, ആത്മനിയന്ത്രണം, അച്ചടക്കം ഇവയൊക്കെ സ്വന്തം ജീവിതത്തിലൂടെ പകർത്തി കാണിച്ച വ്യക്തിയായിരുന്നു മഹാത്മജി. മഹാത്മജിയുടെ ഇത്തരം ഗുണങ്ങളുടെ ജീവിക്കുന്ന ആൾരൂപം തന്നെയായിരുന്നു മഹാത്മജി. മാത്രമല്ല, ഈ ഗുണങ്ങളെല്ലാം തന്നെ ഇൻസ്പയർഡ് പീപ്പിൾ വേൾഡ് വൈഡ്, ലോകത്താകമാനമുള്ള ജനങ്ങൾക്ക് പ്രചോദനമായി, എല്ലാവരെയും ആകർഷിച്ചു. അതിനപ്പുറം റിഫ്ലക്റ്റഡ് ഇന്ത്യാസ് സ്പിരിച്വൽ ഹെറിറ്റേജ്, ഇന്ത്യയുടെ ആത്മീയമായ ഒരു പൈതൃകത്തെ അത് പ്രതിഫലിപ്പിച്ചു. ലോകമാകമാനം ഈ ഗുണങ്ങൾ ഇന്ത്യയുടെ ഗുണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു. ക്വസ്റ്റ്യൻ ബി: വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി ഈസ് ട്രൂ ബ്രേവറി? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ ധീരത എന്ന് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു ഗാന്ധിജി, ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് അവർ adversaries ആൻഡ് നോട്ട് ടു റിറ്റാലിയേറ്റ് ഈസ് എ ട്രൂ ഫോം ഓഫ് ബ്രേവറി. നമ്മുടെ എതിരാളികളുടെ പീഡനങ്ങൾ സഹിക്കുക, സഹനശക്തി ഉണ്ടാവുക, അവരോട് തിരിച്ചടിക്കാതിരിക്കുക എന്നുള്ളത് യഥാർത്ഥ ധീരതയുടെ ഒരു രൂപം തന്നെയായിരുന്നു എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ സി: വാട്ട് ഈസ് ഗാന്ധിജീസ് വ്യൂ ഓഫ് എഡ്യൂക്കേഷൻ? ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം? ആൻസർ: റിയൽ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് അബൌട്ട് ഫില്ലിംഗ് ബ്രെയിൻസ് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. തലച്ചോറിനകത്ത് തിയറികളും സംഖ്യകളും കുത്തിനിറക്കുക എന്നുള്ളതല്ല യഥാർത്ഥ വിദ്യാഭ്യാസം. ഓർ പാസിംഗ് എക്സാമിനേഷൻ ബൈ റീഡിംഗ് ന്യൂമറസ് ബുക്സ്, ധാരാളം പുസ്തകങ്ങൾ വായിച്ച് പരീക്ഷകൾ പാസ്സാവുക എന്നുമല്ല യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഇറ്റ് ഈസ് അബൌട്ട് ഡെവലപ്പിംഗ് ക്യാരക്ടർ. സ്വഭാവ രൂപീകരണമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത്. ക്വസ്റ്റ്യൻ ടി: വാട്ട് മെറിറ്റ് ഡിഡ് ഗാന്ധിജി സീ ഇൻ ചാപ്ലിൻ? ചാർലി ചാപ്ലിനിൽ ഗാന്ധിജി കണ്ടെത്തിയ ഗുണങ്ങൾ എന്താണ്? ഗാന്ധിജി saw that Chaplin came from the people, lived for them and made millions laugh, understanding the lives of common people. ചാർലി ചാപ്ലിൻ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നതാണ്. അവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയായിരുന്നു. മാത്രമല്ല, മില്യൺസ് ഓഫ് പീപ്പിൾ, മില്യൺ കണക്കിന് ജനങ്ങളെ തൻ്റെ രസകരമായ കോമഡികളിലൂടെയും സിനിമകളിലൂടെയും ചിരിപ്പിച്ച വ്യക്തിയുമായിരുന്നു. അതിനുമപ്പുറം അണ്ടർസ്റ്റാൻഡിങ് ദ ലൈവ്സ് ഓഫ് കോമൺ പീപ്പിൾ, സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു. ഇതൊക്കെയാണ് ഗാന്ധിജി ചാപ്ലിനിൽ കണ്ട ഗുണങ്ങൾ. ക്വസ്റ്റ്യൻ ഇ: വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി ആർ ദി ഏരിയാസ് ഇൻ വിച്ച് എ നാഷൻ ഷുഡ് ബി സെൽഫ് റിലയൻറ്റ്? ഏതൊക്കെ മേഖലകളിലാണ് ഒരു രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് എന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം? ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ് എവറി നാഷൻ ഷുഡ് ബി സെൽഫ് റിലയൻറ്റ്. ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും കാര്യത്തിൽ ഓരോ രാജ്യവും സ്വയം പര്യാപ്തരാകേണ്ടതുണ്ട് എന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. ക്വസ്റ്റ്യൻ എഫ്: ഹൗ ഡിഡ് ഗാന്ധിജി കറക്റ്റ് വേരിയസ് നോഷൻസ് അബൌട്ട് ഇന്ത്യൻ വിമൻ? ഇന്ത്യൻ സ്ത്രീകളെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഗാന്ധിജി തിരുത്തിയത്? Gandhiji presented a vivid picture of Indian women's heroic role during the freedom struggle. സ്വാതന്ത്ര്യ സമര വേളകളിൽ ഇന്ത്യൻ സ്ത്രീകൾ വഹിച്ച ഹീറോയിക് റോൾ, അവരുടെ ധീരോദാത്തമായ പങ്കിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ചിത്രീകരണം നടത്തിക്കൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ സ്ത്രീകളെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റായ ധാരണകൾ, അഭിപ്രായങ്ങൾ തിരുത്തിയത്. He said that no one had blocked them from entering public life. പൊതുജീവിത മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും ഇന്ത്യൻ സ്ത്രീകളെ ആരും തടഞ്ഞിട്ടില്ല എന്ന് ഗാന്ധിജി ഉറപ്പിച്ചു പറഞ്ഞു. It was the women who came to the forefront and filled the jails when many organizations were declared illegal and men were jailed. മാത്രമല്ല,
സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ധാരാളം സംഘടനകളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും അതിന് നേതാക്കളായ പുരുഷന്മാരെ ജയിലിലടച്ചപ്പോഴും സ്ത്രീകളാണ് മുന്നണി പോരാളികളായി മുന്നോട്ട് വന്ന് ജയിൽ നിറയ്ക്കാനും സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും വന്നത്. Question G. Comment on the contributions of Indian women to the freedom struggle. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സ്ത്രീകൾ നൽകിയ പങ്കിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. Indian women, including hundreds of poor and unlettered, emerged from their homes in large numbers. ഇന്ത്യൻ സ്ത്രീകൾ, പ്രത്യേകിച്ച് നൂറുകണക്കിന് പാവപ്പെട്ടവരും വിദ്യാഭ്യാസമില്ലാത്തവരുമായ സ്ത്രീകൾ ഉൾപ്പെടെ അവരുടെ വീടുകൾ വിട്ടിറങ്ങി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ധാരാളമായി കൂട്ടമായി ഇറങ്ങി വന്നു. They joined in processions. സമരജാഥകളിൽ അവർ പങ്കുകൊണ്ടു. Defied the law. ബ്രിട്ടീഷ് നിയമത്തെ ബഹിഷ്കരിച്ചു. And bore lathi blows without flinching. അല്പം പോലും ഭയപ്പെടാതെയും സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെയും പോലീസിൻ്റെ ലാത്തിമർദ്ദനങ്ങൾ സഹിച്ചു. They stood firm, bleeding but unyielding. രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിലും അവർ ഒരിക്കലും വഴങ്ങാതെ ഉറച്ചു നിന്നു. Instructing their companions not to move. സമര മേഖലകളിൽ നിന്നും ഒഴിഞ്ഞു പോകാതിരിക്കാൻ അവരുടെ കൂട്ടുകാരോട് അവർ നിർദ്ദേശം നൽകി. Question H. What is Gandhiji's concept of Indian independence? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗാന്ധിജിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്താകുന്നു? India's independence is legitimate and a birthright. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ലെജിറ്റിമേറ്റ് ആണ്, നിയമപരമായ ഒരു അവകാശമാണ്. ആൻഡ് എ ബർത്ത് റൈറ്റ്, ഇന്ത്യക്കാരുടെ ജന്മാവകാശമാണ്. നോട്ട് സംതിങ് ടു ബി ബെഗ്ഡ് ഫോർ, അത് യാചിച്ച് ലഭിക്കേണ്ട ഒന്നല്ല. ഓർ ഗിഫ്റ്റഡ് ബൈ അനദർ നേഷൻ, അതല്ലെങ്കിൽ മറ്റൊരു രാജ്യം ദാനമായിട്ടോ സമ്മാനമായിട്ടോ നൽകേണ്ട ഒന്നുമല്ല. ഗാന്ധിജി ഫാമിലി സ്റ്റേറ്റഡ് ദാറ്റ് ഹി സീക്സ് ഫ്രീഡം ഫോർ ഹിസ് മദർലാൻഡ് വിതൗട്ട് എക്സ്പ്ലോയിറ്റിംഗ് എനി റേസ് ഓർ ഇൻഡിവിജ്വൽ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ വർഗത്തെയോ ചൂഷണം ചെയ്യാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെപ്പോലും ചൂഷണത്തിന് വിധേയമാക്കാനോ ഉള്ള ഒന്നല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഗാന്ധിജി ഉറച്ച് പ്രസ്താവിച്ചു. Now, let's rewind. Revisit the passages and respond to the following questions. ഈ ലെസൺ ഒന്നുകൂടെ വായിച്ച് താഴെ തന്നിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻസിന് കൂടെ ആൻസർ നൽകുക. ആദ്യ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. താഴെ നൽകിയിരിക്കുന്ന ഈ ടേബിൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആദ്യ ക്വസ്റ്റ്യൻ. ടേബിളിൽ അക്കോർഡിംഗ് ടു ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ എന്താണ് നോൺ വയലൻസ്, എന്താണ് റിയൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് വിശദീകരിക്കാൻ. ആദ്യം, നോൺ വയലൻസ് ഈസ് നോ വെപ്പൺ ഓഫ് ദ വീക്ക് ബട്ട് ഓഫ് ദ സ്ട്രോങ്കസ്റ്റ്. ഒരു ദുർബലനായ വ്യക്തിയുടെ ആയുധമല്ല അഹിംസ എന്നുള്ളത്, മറിച്ച് ഏറ്റവും ശക്തനായ ഒരാളുടെ കയ്യിലെ ആയുധം തന്നെയാണ് നോൺ വയലൻസ്. ദാറ്റ് സ്ട്രെങ്ത് ഈസ് നോട്ട് മിയർ സ്ട്രെങ്ത് ഓഫ് മസിൽ. ശക്തനായ ശക്തി എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് വെറും മസിൽ പവർ മാത്രമല്ല. ടു എ നോൺ വയലൻറ്റ് മാൻ സ്ട്രെങ്ത് ഓഫ് മസിൽ ഈസ് നോട്ട് നെസസറി. അഹിംസയിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മസിൽ പവർ അത്യാവശ്യമായ ഒരു ഘടകമല്ല. ബട്ട് എ സ്ട്രോങ് ഹാർട്ട് ഈസ് ആൻ ആബ്സല്യൂട്ട് നെസസിറ്റി. എന്നാൽ ശക്തിയുള്ള അതിശക്തമായ ഒരു മനസ്സ് അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു അത്യാവശ്യ ഘടകമാണ് താനും. ഇതായിരുന്നു ഗാന്ധിജിയുടെ നോൺ വയലൻസിനെ കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായം. ദെൻ റിയൽ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ പ്രാക്ടീസ് ഓഫ് പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. വിദ്യാർത്ഥിയുടെ തലച്ചോറിൽ ഫാക്ട്സും ഫിഗേഴ്സും കുത്തി നിറയ്ക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയല്ല യഥാർത്ഥ എഡ്യൂക്കേഷൻ. നോട്ട് ജസ്റ്റ് പാസിംഗ് എക്സാമിനേഷൻസ് ബൈ റീഡിംഗ് ന്യൂമറസ് ബുക്സ്. ധാരാളം പുസ്തകങ്ങൾ വായിച്ച് പരീക്ഷകൾ പാസ്സാവുക എന്നുമല്ല യഥാർത്ഥ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത്. ബട്ട് ഡെവലപ്പിംഗ് ക്യാരക്ടർ, സ്വഭാവ രൂപീകരണമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. Question 2. What is Gandhiji's message of non-violence to the youths? യുവാക്കളോടുള്ള ഗാന്ധിജിയുടെ അഹിംസയുടെ സന്ദേശം എന്താകുമോ? Gandhiji says to the youths that if they explore the possibilities of non-violence, they will find that without character, it will prove a profitless study. നോൺ വയലൻസും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗാന്ധിജി നേരത്തെ വ്യക്തമാക്കിയതാണ്.
വിദ്യാർത്ഥികളോട്, യുവാക്കളോട് ഗാന്ധിജി പറയുന്നത്, നോൺ വയലൻസ് എന്നതിൻ്റെ യഥാർത്ഥ ശക്തി ഈ യുവാക്കൾ, വിദ്യാർത്ഥികൾ തിരിച്ചറിയുകയാണെങ്കിൽ ദേ വിൽ ഫൈൻഡ് ദാറ്റ് വിതൗട്ട് ക്യാരക്ടർ, വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന സ്വഭാവ രൂപീകരണം, നല്ല മനഃശക്തി, സ്വഭാവം, ഇതൊന്നും ഇല്ല എങ്കിൽ ഇറ്റ് വിൽ പ്രൂവ് എ പ്രോഫിറ്റ്ലെസ് സ്റ്റഡി. വിദ്യാഭ്യാസം എന്നുള്ളത് വെറും ഒരു ഗുണഫലങ്ങളൊന്നുമില്ലാത്ത ഒരു പഠന പ്രക്രിയ മാത്രമായി മാറും എന്നുള്ളതാണ്. മനഃശക്തി നൽകുന്നത് നോൺ വയലൻസിലുള്ള വിശ്വാസമാണ്. In a movement such as Gandhiji and his followers are conducting in India, ഇന്ത്യയിൽ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും, they need the intellectual sympathy of the whole world. അതെല്ലാം തന്നെ നോൺ വയലൻസിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ നോൺ വയലൻസിനെ കുറിച്ചുള്ള അറിവും അതോടുള്ള ഒരു സിമ്പതിയും അനുകമ്പയും സപ്പോർട്ടും ബൗദ്ധികമായിട്ടുള്ള, ബുദ്ധിപരമായി വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാസമ്പന്നരിൽ നിന്നും ഗാന്ധിജിക്കും ഗാന്ധിജിയുടെ അനുയായികൾക്കും ലോകത്തിന് ആകമാനം ആവശ്യമാണ് എന്നും യുവാക്കളോട് ഗാന്ധിജി പറഞ്ഞു. Question 3. Gandhiji is of the opinion that real education caters to the development of one's character. ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിന്, പുരോഗതിക്ക് യഥാർത്ഥ വിദ്യാഭ്യാസം സഹായകരമാണ് എന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. How far is this true of yourself? നിങ്ങളുടെ കാര്യത്തിൽ ഗാന്ധിജിയുടെ ഈ അഭിപ്രായം എത്രമാത്രം ശരിയാണ്? എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ യുവർ ഓൺ എക്സ്പീരിയൻസ്. നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആൻസർ വിശദീകരിക്കുക. നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ സ്വഭാവ രൂപീകരണം സാധ്യമാകുന്നുണ്ടോ? ഓരോ വിദ്യാർത്ഥിയും അവരുടെ അഭിപ്രായമാണ് പറയേണ്ടത്. ഇതൊരു മോഡൽ ആൻസറാണ്. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് റിയൽ എഡ്യൂക്കേഷൻ ഡെവലപ്സ് വൺസ് ക്യാരക്ടർ. ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചിരുന്നു, യഥാർത്ഥ വിദ്യാഭ്യാസം ഒരാളുടെ സ്വഭാവം പുരോഗതിയിലേക്ക് നയിക്കും, അല്ലെങ്കിൽ സ്വഭാവം നല്ലതായി രൂപീകരിക്കും. ഇൻ മൈ എക്സ്പീരിയൻസ്, ഓരോ വിദ്യാർത്ഥിയും പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ, ദിസ് ഇസ് ട്രൂ ആസ് ഓഫ് അവർ സ്കൂൾ emphasizes values like honesty, empathy and responsibility through both academics and extracurricular activities. പാഠ്യേതര വിഷയങ്ങളിലൂടെ സത്യസന്ധത, ഓണസ്റ്റി, എംപതി, അനുകമ്പ ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, ഇതെല്ലാം, ഈ മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം സ്കൂളുകൾ നമുക്ക് നൽകുന്നു, പാഠ്യവിഷയങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലൂടെയും. അതുകൊണ്ട് ഗാന്ധിജിയുടെ അഭിപ്രായം ശരിയാണെന്നാണ് വിശ്വസിക്കുന്നത്. ദിസ് ഹോളിസ്റ്റിക് അപ്രോച്ച് ഹെൽപ്സ് us ഗ്രോ ഇൻ ടു ഗുഡ് ഇൻഡിവിജ്വൽസ്. എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഹോളിസ്റ്റിക് ആയിട്ടുള്ള സകല നന്മകളും ഉൾക്കൊള്ളുന്ന ഇത്തരം അപ്രോച്ചുകളിലൂടെ എനിക്ക് നല്ല ഇൻഡിവിജ്വലായിട്ട്, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും നല്ല വിദ്യാർത്ഥികളോ നല്ല വ്യക്തികളോ ആയിട്ട് വളരാൻ സഹായകരമാകുന്നു വിദ്യാഭ്യാസത്തിലൂടെ എന്നാണ് ഗാന്ധിജിയുടെ പോലെ തന്നെ നമ്മുടെയും അഭിപ്രായം. Question 4. What is Gandhiji's justification for the use of the spinning wheel? നൂലുണ്ടാക്കാൻ, വസ്ത്രമുണ്ടാക്കാൻ ചർക്ക ഉപയോഗിക്കുന്നു, മെഷീൻ ഉപയോഗിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഗാന്ധിജിയുടെ ന്യായീകരണം എന്തായിരുന്നു? The 6 months unemployment of the whole peasant population of India made it important for Gandhiji to restore them. 6 മാസക്കാലം നീണ്ടുനിന്ന തൊഴിലില്ലായ്മയും അതുവഴി ഉണ്ടായ ദാരിദ്ര്യവും ഇന്ത്യയിലെ കർഷക തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഗാന്ധിജിക്ക് ബോധ്യമായി. He believed that in cloth and food, every nation should be self-contained. India was self-contained and want to be so again. ഭക്ഷണകാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഓരോ രാജ്യവും സ്വയം പര്യാപ്തമായിരിക്കണം. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് സ്വയം പര്യാപ്തമായിരുന്നു ഇക്കാര്യങ്ങളിൽ. ഇനിയും അങ്ങനെ ആവേണ്ടതുണ്ട് എന്നും ഗാന്ധിജി വിശ്വസിച്ചു. അതുകൊണ്ടാണ് യന്ത്രവൽക്കരണത്തിലേക്ക് പോകാതെ കൈത്തൊഴിലായി ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ടി സ്പിന്നിംഗ് വീൽ അഥവാ ചർക്കയ്ക്ക് പ്രാധാന്യവും പ്രചരണവും ഗാന്ധിജി നൽകിയത്. Question 5. Describe the meeting between Gandhiji and Charlie Chaplin. ചാർലി ചാപ്ലിനും ഗാന്ധിജിയും തമ്മിലുള്ള മീറ്റിംഗ്, അതിനെക്കുറിച്ച് വിശദീകരിക്കുക. Gandhiji agreed to meet Charlie Chaplin after learning that Chaplin came from the people and lived for the people, making millions laugh. ചാർലി ചാപ്ലിൻ സാധാരണക്കാർക്കിടയിൽ നിന്ന് വരുന്ന സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച, മില്യൺ കണക്കിന് ആളുകളെ
തൻ്റെ തമാശകളിലൂടെ ചിരിപ്പിച്ച വ്യക്തിയാണെന്ന് ഗാന്ധിജി മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹവുമായി ഒരു മീറ്റിങ്ങിന് ഗാന്ധിജി സമ്മതിച്ചത്. ചാപ്ലിൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് വൈ ഗാന്ധിജി ഒപ്പോസ്ഡ് മെഷീനറി. എന്തുകൊണ്ടാണ് യന്ത്രവൽക്കരണത്തെ, മെഷീനുകളെ ഗാന്ധിജി എതിർക്കുന്നത് എന്നതായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ആദ്യ ചോദ്യം. ഗാന്ധി explained he wanted to help unemployed peasants and believed every nation should be self-sufficient in clothes and food. ഇതിന് ഗാന്ധിജി വ്യക്തമായ മറുപടി പറഞ്ഞു. തൊഴിലില്ലാത്ത കർഷകരായിട്ടുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിൽ നൽകുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതുവഴി ഓരോ രാജ്യവും ഭക്ഷണകാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും സെൽഫ് സഫിഷ്യൻ്റ് ആവുക, സ്വയം പര്യാപ്തമാവുക എന്നുള്ളതും ഗാന്ധിജിയുടെ ലക്ഷ്യമായിരുന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചു. അതുകൊണ്ടാണ് യന്ത്രവൽക്കരണത്തെ തൽക്കാലം ഗാന്ധിജി ഇഷ്ടപ്പെടാതിരുന്നത്. ഇത്രയുമാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ലെസണുമായി നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ്. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ ഈ ലെസൺ ശരിയാമിതം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് ന്യൂസ് പോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ലെസണുമായി ബന്ധപ്പെട്ട മറ്റ് ആക്ടിവിറ്റീസ് വിശദീകരിക്കുന്ന വീഡിയോസ് ഉടൻ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പോർട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.